വാർത്തകളിലേക്ക്. SFIക്ക് പിന്നാലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ രമയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി PTA രംഗത്ത്. അധ്യാപികയുടെ പ്രസ്താവന വിദ്യാർത്ഥികൾക്ക് കളങ്കം ഉണ്ടാക്കുന്നതാണെന്ന് PTA ആരോപിച്ചു. അപ്പോൾ പ്രിൻസിപ്പൽ രമാ മേഡം പറഞ്ഞ നടപടികളോട് നമുക്ക് യോജിപ്പില്ല. കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ PTA മാഡം ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരം ഒരു വലിയ ഭീകരമായ ഒരു അനുഭവമൊന്നും നമുക്ക് PTA-ക്കാർക്ക് ആർക്കും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറയുകയോ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തിനാണ് അവർ ഉദ്ദേശിച്ചതെന്നറിയില്ല. അത് അവരെ തെളിയിക്കേണ്ട അവരെ ബാധ്യതയാണ്. PTA അറിയാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും ഇത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത് തീരുമാനം എടുക്കേണ്ടതാണ്. PTA-ക്കാർ, കാരണം കുട്ടികൾക്ക് കുറേ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി എടുക്കേണ്ടതാണ്. നടപടി വേണമെന്നുള്ളതാണ്. KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, എന്തായാലും വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെയാണ് മുൻ പ്രിൻസിപ്പലിന്റെ വാക്കുകൾ. വിദ്യാർത്ഥികളെ വിമർശിച്ചുകൊണ്ട് വളരെ അത്ര സഭ്യമായ രീതിയിലായിരുന്നില്ല എന്തായാലും മുൻ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് പരാമർശങ്ങൾ ഉണ്ടായത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഒടുവിൽ കഴിഞ്ഞ ദിവസം രമ മാപ്പ് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ PTA കൂടി ഡോക്ടർ രമയ്ക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലേ? തീർച്ചയായും ആര്യ, ഈ രമയെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ PTA യോഗം അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ആരോപണ വിഷയങ്ങളിൽ അധ്യാപിക ഇതുവരെ, അതായത് നേരത്തെ ഒന്നും PTA-യുടെ ശ്രദ്ധയിൽ ഈ സംഭവം കൊണ്ടുവന്നില്ല എന്നാണ് പ്രധാനമായും രക്ഷാകർത്താ സമിതി യോഗത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അധ്യാപികയുടെ ആരോപണം വിദ്യാർത്ഥികൾക്ക് അപമാനമുണ്ടാക്കിയതായും PTA യോഗം വിലയിരുത്തി. എന്തായാലും ഇതിനിടയിലും കോളേജിൽ ഇപ്പോൾ ഈ സമരം SFI സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ രമയെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും അധ്യാപികയെ കോളേജിൽ പ്രവേശിപ്പിക്കുമെന്നും SFI ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ഡോക്ടർ രമ കോളേജിൽ എത്തിയിട്ടില്ല. രമയുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് PTA യോഗം ചേർന്നത്. എന്തായാലും ഈ PTA യോഗം കൂടി രമയെ തള്ളിപ്പറഞ്ഞതോടുകൂടി പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഇന്നാണ് പ്രസ്താവനയിലൂടെ ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി ഡോക്ടർ രമ അറിയിച്ചത്. എന്തായാലും ഇത് മുഖവിലക്ക് വിദ്യാർത്ഥികളോ അതുപോലെ തന്നെ PTA കമ്മിറ്റി എടുക്കുന്നില്ല എന്ന് വേണം ഇപ്പോഴത്തെ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും നടപടി വേണമെന്ന ആവശ്യത്തിൽ PTA ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.